അപ്പൊ നിങ്ങൾ എല്ലാവരും മിസ്സിനെ കാണുന്നുണ്ടോ? എന്റെ ബാക്കിൽ ലൈറ്റ് ഒക്കെ കാണുന്നുണ്ടോ? ഉണ്ടല്ലേ? പക്ഷെ നിങ്ങൾ കാണുന്നതല്ല യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? സമ്മതിച്ചേ പറ്റൂ. അപ്പോ എങ്ങനെയാണ് ഈ കാഴ്ച സാധ്യമാവുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് രണ്ട് കണ്ണുകളുണ്ട് അല്ലെ? അപ്പൊ ഈ കണ്ണിലൂടെ എന്ത് കിടക്കണം? ലൈറ്റ് കിടക്കണം. അപ്പൊ ലൈറ്റ് ഇല്ലെങ്കിൽ വിഷൻ തന്നെ പോസിബിൾ അല്ല. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഓർത്തിരിക്കണം എന്താണ്? ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വിഷൻ നടക്കുള്ളൂ. അപ്പോ നിങ്ങൾ ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ, ഒരു ഇരുട്ടായിട്ടുള്ള ഒരു മുറി, എവിടുന്നും ലൈറ്റിന്റെ പാസേജ് ഇല്ല. അപ്പൊ നിങ്ങൾ ആ മുറിക്കകത്ത് ചെന്നു, ആ ഡോർ അടച്ചു, കുറച്ച് കഴിഞ്ഞപ്പോ പെട്ടെന്ന് കറണ്ട് പോയി. അപ്പൊ കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആയിരിക്കും, നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല, നമ്മൾ തപ്പി തടഞ്ഞ് താഴെ വീഴും അല്ലെ? അപ്പൊ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വിഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പൊ ഈ വിഷൻ പോസിബിൾ ആക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? കണ്ണുകളാണ് നമ്മൾ പറഞ്ഞു. പക്ഷെ കണ്ണിന്റെ കൂടത്തിൽ ഒരാളും കൂടി ഉണ്ട്. അതായത് നമ്മൾ കാണുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് പ്രോസസ് ചെയ്ത് വേറൊരു രീതിയിലാക്കി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ആളാരാണ്? ശരിക്കും ബ്രെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ണില് പല പാർട്സ് ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ക്യാമറ എടുക്കാണ്. അപ്പൊ ഈ ക്യാമറയായിട്ട് നമ്മുടെ കണ്ണിന് കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഒരു ക്യാമറ എടുത്ത് നോക്കിക്കേ. ആ ക്യാമറയിൽ ലെൻസ് ഉണ്ട്. നമ്മുടെ കണ്ണിലും എന്താണ്? ലെൻസ് ഉണ്ട്. ഈ ലെൻസ് എന്തിനു വേണ്ടിയിട്ടാ? അത് നമ്മുടെ ലൈറ്റിനെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഇനി അടുത്തത്, നമ്മുടെ ക്യാമറയിൽ നോക്കുമ്പോൾ നമുക്ക് എന്താണ്? അവിടെ ഒരു അപ്പേർച്ചർ ഉണ്ട് അല്ലെ? അതേപോലെ തന്നെ നമ്മുടെ കണ്ണിൽ ഒരാളുണ്ട്. അതാരാണ്? നമ്മുടെ പ്യൂപ്പിളാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാ? ഈ ലൈറ്റിനെ കൃത്യമായിട്ട് അബ്സോർവ് ചെയ്ത് അതിനെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്യൂപ്പിൾ ഉള്ളത്. ഇനി അടുത്തത്, ക്യാമറയിൽ നോക്കുമ്പോൾ നമുക്കൊരു ഡയഫ്രം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽ ഒരു പാർട്ട് ഉണ്ട്. ആരാണത്? ദാറ്റ് ഈസ് ഐറിസ്. അപ്പൊ ഐറിസിന്റെ റോൾ എന്തായിരിക്കും? ഐറിസ് ആണ് നമ്മുടെ കണ്ണിന്റെ ഉള്ളിലേക്ക് എത്ര എമൗണ്ട് ഓഫ് ലൈറ്റ് കടന്നു പോണം അതിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് നമ്മുടെ ഐറിസ് എന്ന് പറയുന്നത്. നോക്കിയാണല്ലോ. ഇനി നമ്മുടെ ഇമേജ് കണ്ണിൽ പതിക്കണം. അതുപോലെ തന്നെ നമ്മളൊരു ക്യാമറ എടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഇമേജ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ആരാണ് സഹായിക്കുന്നത്? ഒരു ഫിലിം ഉണ്ട് ക്യാമറയിൽ. അതേപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ ഒരാളുണ്ട്. ദാറ്റ് ഇസ് നോൺ ആസ് റെറ്റിന. ഓക്കെ. അപ്പൊ ഇവിടെ കണ്ണും ക്യാമറയും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ കണ്ണ് വെച്ചിട്ട് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇമേജ് കാണുന്നു. അപ്പൊ എന്റെ മുന്നിൽ ഒരു പൂവുണ്ട്. ആ പൂവിനെ ഞാൻ കണ്ടു. അപ്പൊ എന്താണ്? പൂവിൽ നിന്നുള്ള ആ ഒരു ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു ലൈറ്റ് എങ്ങോട്ടേക്ക് ചെല്ലുന്നു? നമ്മുടെ കോർണിയയിലൂടെ, പ്യൂപ്പിളിലൂടെ എവിടെ എത്തുന്നു? ഉള്ളിലുള്ള റെറ്റിനയിൽ എത്തുന്നു. ഈ റെറ്റിനയില് ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ കാണുന്ന ഈ റോസ് നേരെ ഇൻവേർട്ടഡ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ടാണ് നമ്മൾ ചുറ്റുമുള്ള എല്ലാത്തിനെയും കാണുന്നത്. എല്ലാത്തിനെയും തലകുത്തിനെയാണോ കാണുന്നത്? അല്ല. അപ്പൊ അത് നേരെയാക്കുന്ന ആളാരാണ്? യെസ്, അതാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ട് ഫോം ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ഇമേജ് നേരെ എങ്ങോട്ടേക്ക് എത്തുന്നു? ബ്രെയിനിലേക്ക് എത്തുന്നു. ബ്രെയിനിൽ നിന്ന് അതിനെ ബ്രെയിൻ നേരെയാക്കി പ്രോസസ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്ന ഓരോ കാഴ്ചകളും ഇത്ര മനോഹരമാക്കുന്നത്. അത് പിടികിട്ടിയോ? അപ്പൊ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൊബൈലിലുള്ള പ്രോസസ്സറിനേക്കാളും അത്യുഗ്രൻ ഒരു പ്രോസസ്സറാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. ബ്രെയിൻ ഇസ് വെരി വെരി സ്മാർട്ട് അല്ലെ? അപ്പൊ നമ്മൾ കാണുന്നതല്ല ശരിക്കും അവിടെ ഉള്ളതെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഇനി അടുത്ത കാര്യം, ഇപ്പൊ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ പലതരത്തിലുള്ള കളറുകൾ കാണാം അല്ലെ? കറുപ്പ് കാണാം, വെള്ള കാണാം, ഇനി റെഡ് അല്ലെ, ചുവപ്പ് കാണാം, ഓറഞ്ച് കാണാം, മഞ്ഞ കാണാം, അങ്ങനെ ഒത്തിരി കളറുകൾ കാണാം. അപ്പൊ ഈ കളറിനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആരോ ഒരാൾ നമ്മുടെ കണ്ണിനുള്ളിൽ വേണം അല്ലെ? ആ ഒരു കറക്റ്റ് ഇൻഫോർമേഷൻ ബ്രെയിനിൽ എത്തിക്കഴിയുമ്പോഴാണ് അത് കളർ ആണെന്ന് ബ്രെയിനും ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ അതായിരിക്കും? യെസ്, നമ്മുടെ റെറ്റിനയില് നമുക്ക് രണ്ട് തരത്തിലുള്ള കോശങ്ങൾ കാണാൻ സാധിക്കും. അതാണ് റോഡ് കോശങ്ങളും അതുപോലെ തന്നെ കോൺ കോശങ്ങളും. ഇതിൽ കോൺ കോശങ്ങളാണ് കൃത്യമായിട്ട് പലതരത്തിലുള്ള കളറുകൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. എന്നാൽ റോഡ് കോശങ്ങളുടെ ആ ഒരു ദൗത്യം എന്താ? അതായത് നമ്മൾ കുറച്ച് ഇരുട്ടത്ത് കൃത്യമായിട്ട് ലൈറ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഇമേജസും അതുപോലെ മൂവ്മെന്റ്സ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് നമ്മുടെ റോഡ് കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഒരുമിച്ച് നിന്ന് ഈ പറഞ്ഞ കളേഴ്സിനെ ഒക്കെ ഡിറ്റക്ട് ചെയ്ത് അത് എങ്ങോട്ടേക്ക് എത്തിക്കുന്നു? നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ. അതായത് നമ്മുടെ ഫോൺ വെച്ചിട്ട് ഒരു ക്യാമറ മീൻസ് ഫോണിൽ നമ്മൾ ക്യാമറ എടുത്തു, അതിൽ നിന്ന് നമ്മളൊരു പിക്ചർ ക്ലിക്ക് ചെയ്യുന്നു അല്ലെ? അപ്പൊ അവിടെ ഒരു ഫോട്ടോ കിട്ടി. ഈ ഫോട്ടോ നമ്മൾ വാട്സപ്പ് വഴി നമ്മുടെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കുന്നു. അതേ
പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്. എന്താണ്? ഈ റോഡ് സെൽസും കോൺ സെൽസും എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് അവിടെ ഒരു ഇമേജ് ഫോം ചെയ്തു. ഇനി ഇമേജ് എങ്ങോട്ടേക്ക് എത്തിക്കുന്നു? ബ്രെയിനിലേക്ക് എത്തിക്കുന്നു. അതിന് സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ ഒപ്റ്റിക് നെർവ് ആണ്. അപ്പൊ അവിടെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഫോം ചെയ്യുന്നു. ഒപ്റ്റിക് നെർവിലൂടെ ഇത് എവിടെ എത്തുന്നു? ബ്രെയിനിൽ എത്തുന്നു. ബ്രെയിൻ അത് പ്രോസസ് ചെയ്യുന്നു. നമുക്ക് ഈ പറഞ്ഞ ഇമേജ് അവിടെ രൂപപ്പെടുത്തി തരുന്നു. അപ്പൊ അത് ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മുടെ കണ്ണിനുള്ളിൽ നടക്കുന്നുണ്ട്. ഇനി നിങ്ങളോട് രാത്രിയിൽ ഈ ഡിം ലൈറ്റിൽ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, റീൽസ് ഒക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് പാരന്റ്സ് ഒക്കെ വന്നിട്ട് പറയും, നീ ഇങ്ങനെ എപ്പോഴും ഫോണും തോണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഇരുട്ടത്തിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ നിന്റെ കണ്ണടിച്ചു പോകുമെന്ന് പറയും. അത് എന്തുകൊണ്ടായിരിക്കും? അതിലൊരു സത്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? അതായത് നമ്മുടെ റോഡ് കോശങ്ങൾ എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള കോശങ്ങളാണ്. അപ്പൊ ഈ കോശങ്ങൾക്ക്, റോഡ് കോശങ്ങൾക്ക് നമ്മൾ ഇരട്ടി പണിയാണ് രാത്രി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ലൈറ്റ് ഇല്ലാത്ത സമയത്ത് കഷ്ടപ്പെടുന്നത് ആരാണ്? നമ്മുടെ റോഡ് കോശങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഇടാതെ ഫോണിൽ തോണ്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ കാഴ്ചയെ അത് ബാധിക്കുമെന്ന്. കാര്യം പിടികിട്ടിയോ? അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കണ്ണിനുള്ളില് കൃത്യമായിട്ട് ലൈറ്റ് എത്തി അത് അവിടെ പ്രോസസ് ചെയ്ത് ബ്രെയിനിലെത്തി ബ്രെയിൻ നമുക്ക് ഇമേജ് ഫോം ചെയ്ത് തരുന്നതെന്ന് കാര്യം മനസ്സിലായല്ലോ? ഇനി ആര് ചോദിച്ചാലും ഈ ഒരു പ്രോസസ്സ് സിമ്പിൾ ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. Okay, but thank you and bye bye.